ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങളുടെ SBI ബാങ്കിൻ്റെ പുതിയതായി ലഭിച്ചുള്ള ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ SBI ബാങ്കിൻ്റെ പുതിയ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് SBI ബാങ്കിൻ്റെ ATM കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഞാനിവിടെ ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ATM മെഷീൻ വഴിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ SBIയുടെ തന്നെ ATM മെഷീനിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ATM സ്ക്രീൻ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട ഭാഗത്ത് ഈ കാണുന്ന രൂപത്തിലാണ് നിങ്ങൾ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ATM കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ രൂപത്തിൽ തന്നെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ. നമ്മുടെ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ളത് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കാർഡ് ടൈപ്പ് ഡൊമസ്റ്റിക്, ഇൻ്റർനാഷണൽ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ കാർഡ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഡൊമസ്റ്റിക് ആണ്, അപ്പോൾ ഡൊമസ്റ്റിക് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലീസ് വെയിറ്റ്. യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രോസസ്ഡ്, പ്ലീസ് വെയിറ്റ്. പ്ലീസ് സെലക്ട് ലാംഗ്വേജ് എന്നാണ്. നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് വരുന്നത് പ്ലീസ് സെലക്ട് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ട്രാൻസാക്ഷൻ പിൻ ജനറേഷൻ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലീസ് എൻ്റർ യുവർ അക്കൗണ്ട് നമ്പർ. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള പ്രസ് ഇഫ് കറക്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ 10 അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു 10 അക്ക മൊബൈൽ നമ്പർ നമ്മൾ അതുപോലെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രസ് ഇഫ് കറക്റ്റ് എന്നുള്ള ഈ ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രോസസ്ഡ്, പ്ലീസ് വെയിറ്റ്. നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത ആ മൊബൈലിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ ATM കാർഡ് നമ്മൾ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ATM കാർഡ് നേരത്തെ പോലെ കറക്റ്റായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ID ഡൊമസ്റ്റിക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മുടെ ലാംഗ്വേജ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷനിൽ വരുന്നത് സെലക്ട് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബാങ്കിങ് എന്നുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ ബാങ്കിങ് എന്നുള്ള ഓപ്ഷനിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പ്ലീസ് സെലക്ട് ട്രാൻസാക്ഷൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പിൻ ചേഞ്ച് എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് മുമ്പ് നമ്മളെ മൊബൈലിലേക്ക് ഒരു SMS വന്നിട്ടുണ്ടായിരുന്നു പിൻ നമ്പർ. ആ ഒരു പിൻ നമ്പർ ഇനി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതൊരു ടെമ്പററി പിന്നായിരുന്നു. അപ്പോൾ നമ്മൾ പിൻ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ എനി നമ്പർ ബിറ്റ്വീൻ 10 and 99. അപ്പോൾ നമ്മൾ 10ൻ്റെയും 99ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 അക്ക നമ്പർ നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ താഴെയുള്ള S എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്ലീസ് എൻ്റർ യുവർ കറണ്ട് പിൻ. ഇവിടെ നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ നേരത്തെ SMS ആയി വന്നിട്ടുണ്ടായിരുന്ന ഒരു 4 അക്ക പിൻ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ പിൻ നമ്പർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പറിലുള്ളത് നമ്മുടെ ATM കാർഡിൻ്റെ അവസാന അക്കങ്ങളാണ്. പിൻ നമ്പർ തന്നിട്ടുള്ളത് അവിടെ അക്ഷരത്തിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ 4 അക്ക നമ്പർ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പിൻ നമ്പർ. ഈ പിൻ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ മിക്ക ആളുകൾക്കും മിസ്റ്റേക്ക് വരാറുണ്ട്. നമ്പറിൽ തന്നിട്ടുള്ളതാണ് പിൻ നമ്പർ എന്നുള്ള ധാരണയിൽ ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കും. അങ്ങനെ നൽകുന്നത് കൊണ്ട് മിക്ക ആളുകൾക്കും നമ്മുടെ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ കഴിയാണ്ട് വരുന്നുണ്ട്. എറർ കോഡ് 500, 505 എന്നിങ്ങനെ എറർ കോഡുകൾ വരാറുണ്ട്. ഇങ്ങനെ നൽകുന്നത് കൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പിൻ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ എൻ്റർ യുവർ കറണ്ട് പിൻ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആ ഒരു 4 അക്ക പിൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന 4 അക്ക പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്ലീസ് റീ എൻ്റർ യുവർ ന്യൂ പിൻ. അവിടെ നമ്മുടെ പുതുതായി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പിൻ നമ്പർ നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രോസസ്ഡ്, പ്ലീസ് വെയിറ്റ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ATM കാർഡ് പിൻ നമ്പർ നമ്മൾ വിജയകരമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ SBI ബാങ്കിൻ്റെ പുതുതായി ലഭിച്ചിട്ടുള്ള ATM കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.